ഇന്നത്തെ സി എസ് കെ ലക്നൗ മാച്ചിൽ സി എസ് കെ തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ മുംബൈ ടീമിന് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഐ പി എൽ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈയിൽ നിന്ന് തോറ്റപ്പോൾ അവർക്ക് വലിയ പണിയായിരിക്കുകയാണ്. ചെന്നൈ 7 മാച്ചിൽ നിന്നാണ് 4 കളി ജയിച്ചിട്ടുള്ളത്. അവർക്കിപ്പോൾ 8 പോയിൻ്റ് ഉണ്ട്. നിലവിലിപ്പോൾ 4 ടീമിന് 8 പോയിൻ്റ് ഉണ്ട്. കൊൽക്കത്ത, സി എസ് കെ, എസ് ആർ എച്ച്, ലക്നൗ ഈ ടീമിനാണ് 8 പോയിൻ്റ് ഉള്ളത്. ഇതിലെ കൊൽക്കത്തയും എസ് ആർ എച്ചും 6 കളിയിൽ നിന്നാണ് 8 പോയിൻ്റ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മുൻതൂക്കം കൊടുക്കാൻ സാധിക്കും. ഇതേ സമയം തന്നെ ലക്നൗവും സി എസ് കെയും 7 മാച്ചിൽ നിന്നാണ് 8 പോയിൻ്റ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ പണിയായിരിക്കുകയാണ്. ചെന്നൈക്ക് ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. ചെന്നൈക്കിന് ബാക്കി 7 മാച്ചുണ്ട്. ഇതിലെ 4 കളി ചെന്നൈക്ക് ജയിക്കണം. എന്നാൽ മാത്രമേ 16 പോയിൻ്റ് ആകാൻ സാധിക്കൂ. ഒരു ടീമിന് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിൻ്റ് ആവശ്യമാണ്. ഒരു ടീമിന് 14 മാച്ചാണുള്ളത്. നിലവിലിപ്പോൾ ആർ സി ബി 10ാം സ്ഥാനത്താണ്. 7 മാച്ചിലെ 1 കളി ജയിച്ച് 2 പോയിൻ്റ് ആർ സി ബിക്ക് ഉണ്ട്. ആർ സി ബിക്ക് ഇനി ബാക്കിയുള്ള 7 മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. പഞ്ചാബിൻ്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇതേ സമയം ഗുജറാത്ത്, മുംബൈ, ഡൽഹി ഈ 3 ടീമുകൾക്ക് 6 പോയിൻ്റ് ഉണ്ട്. ഇവരെ 7 മാച്ച് കളിച്ചു കഴിഞ്ഞു. ഇനിയുള്ള മാച്ചുകളിൽ തുടർ വിജയങ്ങൾ നേടിയാൽ ഇവർക്കും പ്ലേ ഓഫിലെത്താൻ സാധ്യതയുണ്ട്. നിലവിൽ 99% പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമേ ഉള്ളൂ. അത് രാജസ്ഥാനാണ്. 7 മാച്ചിലെ 6 ജയിച്ച് 12 പോയിൻ്റ് രാജസ്ഥാൻ നേടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് 2 കളി ജയിച്ചാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് ഒരിക്കലും രാജസ്ഥാൻ പുറത്താകില്ല. അതുകൊണ്ട് രാജസ്ഥാനെ മാറ്റി നിർത്താം. ഇനി ഇപ്പോഴത്തെ ടേബിൾ അനുസരിച്ച് കൊൽക്കത്ത, സി എസ് കെ, എസ് ആർ എച്ച്, ലക്നൗ ഈ 4 ടീമിലെ 3 ടീമുകൾ പ്ലേ ഓഫിലെത്തും. അപ്പോൾ ഈ ഐ പി എല്ലിൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.